ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ വീടിൻ്റെ അകത്ത് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് എല്ലാ ബാത്റൂമിലും നമുക്ക് നല്ല രീതിയിൽ പ്രഷർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ ചെയ്താൽ 100% ഉറപ്പായിട്ട് നമുക്ക് പ്രഷർ ലഭിച്ചിരിക്കും. ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 6 ബാത്റൂമുണ്ട്. മുകളിൽ 2 ബാത്റൂമും താഴെ 4 ബാത്റൂമും, അങ്ങനെ ടോട്ടൽ 6 ബാത്റൂമും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 6 ബാത്റൂമിലേക്കും എല്ലാം ഡൈവേർട്ടർ സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈവേർട്ടറിന് അത്യാവശ്യം നല്ല പ്രഷർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡൈവേർട്ടർ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യൂ. ഇത് 2 ഇഞ്ച് പൈപ്പാണ് നമ്മൾ മുകളിൽ നിന്നും ഏറ്റവും മുകളിലെ ടാങ്കിൽ നിന്ന് ഇറക്കിയിരിക്കുന്നത്. 2 ഇഞ്ച് പൈപ്പാണ് ഇറക്കിയിരിക്കുന്നത്. 2 ഇഞ്ച് പൈപ്പ് ഡയറക്റ്റായിട്ട് 6 kg പൈപ്പാണ് ഇറക്കിയിരിക്കുന്നത്. നേരെ വന്നതിന് ശേഷം, അതായത് അത്രയും നിലയുടെ മുകളിൽ നിന്ന് 3-ാം നിലയുടെ മുകളിൽ 2 നിലയുള്ള വീട്, അപ്പോൾ ഏകദേശം ഒരു ചെറിയ ഒരു 5 അടി സ്റ്റാൻഡ് കൂടി കൊടുത്തതിന് ശേഷം 5 അടിയുള്ള സ്റ്റാൻഡ് കൂടി കൊടുത്തതിന് ശേഷം അത്രയും ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. അത് നേരെ വന്നതിന് ശേഷം ഏറ്റവും താഴെ ഇറങ്ങി അതിന് ശേഷം 1.5 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്യുക. അതിൽ നിന്ന് 1 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്ത് അടുത്ത ബാത്റൂമിലേക്ക് നമ്മൾ വാൽവ് വെച്ച് കണക്ട് ചെയ്തു. ഇനി മുകളിലുള്ള ബാത്റൂമിലേക്ക് നിങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇടയ്ക്ക് ബ്രാഞ്ച് ചെയ്തല്ല എടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെ വന്നതിന് ശേഷം 2 ഇഞ്ച് വാൽവിൽ നിന്നും താഴെ വന്നതിന് ശേഷം നേരെ അതിൽ നിന്നും 1.5 ഇഞ്ച്, അതിൽ നിന്ന് 1 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്ത് വീണ്ടും മുകളിലേക്ക് 1 ഇഞ്ച് വാൽവ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഹൈ പ്രഷർ നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. കാരണം ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്കാണ് നമ്മൾ മുകളിൽ വെച്ചിരിക്കുന്നത്. 1000 ലിറ്ററിൻ്റെ പ്രഷർ താഴെ വന്ന് ഇടിച്ചതിന് ശേഷം മുകളിലേക്ക് പൊങ്ങി വരുന്ന എഫക്റ്റാണ്. അപ്പോൾ നല്ല ഹൈ പ്രഷറായിരിക്കും മുകളിലത്തെ ബാത്റൂമിൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ താഴത്ത് നമുക്ക് അതുപോലെ കിട്ടും. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രഷർ ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ 1.5 ഇഞ്ച് മുകളിൽ നിന്ന് ഇറക്കാതിരിക്കുക. 1.5 ഇഞ്ച്, 1 ഇഞ്ച് ഇതൊന്നും മുകളിൽ നിന്ന് ഇറക്കാതിരിക്കുക. മാക്സിമം 2 ഇഞ്ച്, ഏറ്റവും കുറഞ്ഞത് 2 ഇഞ്ച് പൈപ്പ് ഇങ്ങനെ താഴേക്ക് ഇറക്കിയതിന് ശേഷം അതിൽ നിന്ന് അടുത്ത ബാത്റൂമിലേക്ക്, ഓരോ ബാത്റൂമിലേക്ക് സെപ്പറേറ്റ് നമ്മൾ 1 ഇഞ്ച് പൈപ്പ് തന്നെ കൊണ്ടുപോവുക. അതായത് ആദ്യം 2 ഇഞ്ച് ഏറ്റവും മുകളിൽ നിന്ന് ഇറങ്ങി അതിന് ശേഷം നമ്മൾ ആ 2 ഇഞ്ച് പൈപ്പ് ഇറങ്ങിയതിന് ശേഷം ഏറ്റവും താഴെ വന്നതിന് ശേഷം 1.5 ഇഞ്ചായിട്ട് കൺവേർട്ട് ചെയ്യാം. 1.5 ഇഞ്ച് നമുക്ക് ഏകദേശം ഒരു ബാത്റൂമിൻ്റെ ഏറ്റവും എൻഡിലുള്ള ബാത്റൂമിൻ്റെ അടുത്ത് വരെ നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും നല്ലത്. അതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്തും അല്ലെങ്കിൽ റെഡ്യൂസർ ഇട്ടതിന് ശേഷം റെഡ്യൂസ് ചെയ്ത് നമുക്ക് 1 ഇഞ്ച് പൈപ്പ് നമ്മുടെ ഓരോ ബാത്റൂമിലേക്കും കയറി കഴിഞ്ഞാൽ നമുക്ക് ഹൈ പ്രഷർ നമ്മുടെ ഡൈവേർട്ടർ സിസ്റ്റത്തിലേക്ക് കിട്ടും. ഏറ്റവും മുകളിലുള്ള ബാത്റൂമിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാത്റൂമിലാണെങ്കിൽ കൂടി നമ്മൾ ഹൈ പ്രഷർ നമുക്ക് എന്തായാലും ബാത്റൂമിൽ നിന്ന് ലഭിച്ചിരിക്കും. ഇത് നല്ല രീതിയിൽ ഒരു 10 വർഷത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും ഹൈ പ്രഷർ നമുക്ക് ഡൈവേർട്ടർ സിസ്റ്റത്തിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഡൈവേർട്ടർ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ഹൈ ഫ്ലോ ഉണ്ട്, ലോ ഫ്ലോ ഉണ്ട്. അപ്പോൾ ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് ആദ്യമേ നോക്കുക. ഹൈ ഫ്ലോ ഡൈവേർട്ടർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 അടി ആ ലെവലിൽ, അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 8 അടി, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മിനിമം നമുക്കൊരു 6 അടി 7 അടി നമുക്ക് ബാത്റൂമിൽ നിന്നും ടോപ്പിലേക്ക് ഹൈറ്റിലേക്ക് പൊങ്ങി ടാങ്ക് നിന്ന് കഴിഞ്ഞാൽ അത്രയും പ്രഷർ നമുക്ക് ബാത്റൂമിൽ ലഭിക്കും. അതായത് ഒരു ഡൈവേർട്ടറിൽ നിന്ന് മിനിമം ഒരു 5 അടിയെങ്കിലും പൊങ്ങിയെങ്കിലും ടാങ്ക് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഡൈവേർട്ടർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബാത്റൂമിൻ്റെ അകത്തേക്ക്, താഴെയുള്ള ബാത്റൂമിലേക്കാണെങ്കിലും കിച്ചണിലേക്കാണെങ്കിലും എവിടെയൊക്കെയാണെങ്കിലും നമുക്ക് ഹൈ ലെവലിലുള്ള പ്രഷർ പമ്പ് ഉപയോഗിക്കാതെ പ്രഷർ എങ്ങനെ ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെ എങ്ങനെ ആ ഫുൾ പ്രഷർ നമുക്ക് ബാത്റൂമിൽ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുകൊണ്ട് ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.